ഹലോ, ഈ ഓണത്തിന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ടൊന്ന് സിമ്പിളായിട്ട് ഒരുങ്ങിയാലോ? ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് പ്രോഡക്ട്സും നമ്മൾ ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന പ്രോഡക്റ്റ്സ് ആണ്. ആദ്യം തന്നെ നമുക്ക് ബേസിക് സ്കിൻ പ്രെപ്പ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം അത് വെച്ച് തുടങ്ങാം. ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്ന മോയ്സ്ചറൈസർ ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് ആൻഡ് ഹൈലറോണിക് ആസിഡ് മോയ്സ്ചറൈസറാണ്. ഇത് ഡ്രൈ കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നും സ്യൂട്ടബിൾ ആണ്. ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, അതുപോലെ തന്നെ ഗ്രീസി ആയൊന്നും നിൽക്കില്ല. മാത്രമല്ല ആക്നെ പ്രോൺ സ്കിന്നിന് വരെ ഇത് സ്യൂട്ടബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് നൈക്കയിലൊക്കെ ബിലോ 350 വരുന്നുള്ളൂ. പിന്നെ ഇതാ പോൺസ്, ലാക്മി ഇതൊക്കെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന മോയ്സ്ചറൈസർ തന്നെയാണ്. പിന്നെ ഇതാ ലിപ് ബാമിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഇത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇത് എനിക്ക് നല്ല വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല മോയ്സ്ചറൈസിങ് ആക്കും നമ്മുടെ ലിപ്സിനെയൊക്കെ. കൂടാതെ നല്ല അഫോർഡബിൾ ആണ്, ബിലോ 100 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഓണം പ്രോഗ്രാമിന് പോകുമ്പോൾ ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ് സൺസ്ക്രീൻസ്. ഡെർമാക്കോ, ലാക്മി, ഡോട്ട് ആൻഡ് കീ പോലുള്ള ബ്രാൻഡ്സിൻ്റെ ഒക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള സൺസ്ക്രീൻസ് നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. ഓണം പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവാനും അതേപോലെ തന്നെ സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യാനും എന്തായാലും പ്രൈമർ വേണം. അതിനായിട്ട് നമുക്ക് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ പ്രൈമർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പോഴ്സൊക്കെ മിനിമൈസ് ചെയ്യും, അതുപോലെ തന്നെ ബിലോ 300 റേഞ്ചിലേ വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് കൺസീലറാണ്. മുഖത്തെ ഡിസ്കളറേഷനൊക്കെ മാറ്റാനും കുറച്ച് നല്ല കവറേജ് കിട്ടാനൊക്കെ നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. ഇതൊരു അടിപൊളി കൺസീലറാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ആണ് ഈ പ്രൊഡക്റ്റ്. ഞാൻ വാങ്ങിയിട്ടുള്ളത് വാം സാൻഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ ഹൈ പെർഫോമൻസും ആണ്. എൻ്റെ സ്കിൻ ടോണിലുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് സ്യൂട്ടാവും, അതായത് ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിന്. പിന്നെ അതുപോലെ തന്നെ മെബെലൈൻ്റെ ഏജ് റിവൈൻഡ് കൺസീലർ ഉണ്ട്, കാരമൽ ഷെയ്ഡിൽ വരുന്നത്. അതും ഡസ്കി സ്കിൻ ടോണിന് നല്ല മാച്ചാണ്, പക്ഷേ അത് കുറച്ച് പ്രൈസിയാണ്. സ്വിസ് ബ്യൂട്ടിയുടെ വാം സാൻഡ് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഇതാ എൻ്റെ സ്കിൻ ടോണിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്യാനൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഓണം സെലിബ്രേഷന് പോകുമ്പോൾ കുറച്ച് ഹെവി മേക്കപ്പ് ആവാമല്ലോ, അതുകൊണ്ട് ഒരു ഈവൻ സ്കിൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഫൗണ്ടേഷനും യൂസ് ചെയ്യാം. മെബെലൈൻ ഫിറ്റ് മീ റേഞ്ചിൽ വരുന്ന ഗോൾഡൻ ടാൻ, അതുപോലെ തന്നെ ഗോൾഡൻ കാരമലൊക്കെ ഡസ്കി സ്കിൻ ടോണുകാർക്ക് നല്ല മാച്ചായിട്ടുള്ള ഫൗണ്ടേഷൻസ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെബെലൈൻ ഫിറ്റ് മീ 332 ഗോൾഡൻ കാരമൽ പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ പുട്ടിയടിച്ച് പോലെ ആവാതെ വളരെ ലൈറ്റ് ലെയറായിട്ട് മാത്രം ഇടുക, അതായത് കുറച്ച് പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക. എന്നിട്ട് സ്പഞ്ചോ ബ്യൂട്ടി ബ്ലെൻഡറോ ഒക്കെ യൂസ് ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുക. ലെസ് ഈസ് മോർ എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രം എടുക്കുക. കൂടുതൽ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താൽ നമ്മൾ ആ നാച്ചുറൽ ഫിനിഷ് തന്നെ കിട്ടാതെ ആവും. അതുപോലെ തന്നെ ഒരു കേക്കി ഫീല് നമ്മുടെ മുഖത്ത് വരും. സോ ലെസ് ഈസ് മോർ. ആ ഫൗണ്ടേഷനിൽ 7 and 8 ആൽമണ്ട്, അതുപോലെ തന്നെ ഡീപ്പ് ടാനും ഡസ്കി സ്കിൻ ടോണിന് ചേരുന്നതാണ്. അതുപോലെ തന്നെ മെബെലൈൻ ഫിറ്റ് മീ 330 റേഞ്ചിലെ ടോഫി ഷെയ്ഡ്, പിന്നെ പാക്കിൻ്റെ 3.5 സ്റ്റുഡിയോ HD ഫൗണ്ടേഷൻ, ഇതൊക്കെ ബിലോ 500 വരുന്ന ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന ഫൗണ്ടേഷൻസ് തന്നെയാണ്. ഇനി ഈ ഫൗണ്ടേഷൻ ആൻഡ് കൺസീലർ വിയർത്തൊലിച്ച് പോകാതെ സെറ്റായി നിൽക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് വേണ്ടതാണ് ലൂസ് പൗഡർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ. ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്നതാണ് മെബെലൈൻ ഫിറ്റ് മീയിലെ ഈ 230 വരുന്ന നാച്ചുറൽ ബഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷെയ്ഡ്. ഇത് ഞാൻ യൂസ് ചെയ്ത് ഇത്രയായി. ഇത് നമ്മളെ ഓയിൽ ആൻഡ് സ്വെറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനാണ് ഈ മാസിൻ്റെ ഈ സെറ്റിംഗ് പൗഡർ. പിന്നെ ഇത് ഓണം മേക്കപ്പിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ ലിപ്സ്റ്റിക്സ്. ലിപ്സ്റ്റിക്കിനായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്, മിസ് ക്ലെയറിൻ്റെ നമ്പർ 58. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. പക്ഷേ ഇതത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ കൂടി ഞാൻ കാണിക്കാം. ലാക്മിയുടെ ബ്രൗൺ സുവനിയർ പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണിത്. ഇത് നല്ല ലോങ് ലാസ്റ്റിങ്ങും വാട്ടർ പ്രൂഫും ഒക്കെയാണ്.
ഈ 2 ലിപ്സ്റ്റിക്കും ബിലോ 300 റുപ്പീസ് റേഞ്ചിൽ വരുന്നതാണ്. പിന്നെ ഇതാ ലിപ്പ് ലൈനറിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ചെറി ബ്രൗൺ 06 പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നമ്മൾ ഡസ്കി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സിനൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതിന് വെറും 69 റുപ്പീസേ വരുന്നുള്ളൂ. ഓണത്തിന് ഒരുങ്ങുമ്പോൾ മസ്റ്റായിട്ട് വേണ്ടതാണല്ലോ കാജൽ. നല്ല വാലിട്ട് കണ്ണെഴുതാനൊക്കെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. ഇവിടെ കാജലിനായിട്ട് ഞാൻ 2 ഓപ്ഷൻസാണ് കാണിക്കുന്നത്. പ്ലമ്മിൻ്റെയും ഫേസസ് കാനഡയുടെയും കാജലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. രണ്ടും നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇനി മുഖത്തിനൊരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ലാക്മിയുടെ ലൂമി ലൈറ്റ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഹൈലൈറ്റർ പോലെ തന്നെയാണ്. ഗോൾഡൻ ഗ്ലേസ് എന്ന ഷെയ്ഡിലുള്ളതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഡീപ്പ് ബ്രൗൺ ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓണം മേക്കപ്പിൽ നമ്മുടെ കണ്ണൊന്ന് പോപ്പപ്പ് ചെയ്ത് നിൽക്കണ്ടേ, അതിനായിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഐ ഷാഡോ പാലറ്റ് ആയിട്ടുള്ള 9 നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കളേഴ്സുള്ള ഐ ഷാഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നത് തന്നെയാണ് ഇതും. ഓണം സെലിബ്രേഷൻ നമ്മുടെ മേക്കപ്പ് ഒലിച്ചു പോവാതെ സെറ്റായി നിൽക്കേണ്ടത് അത്യാവശ്യമാണല്ലേ. സോ നല്ലൊരു സെറ്റിംഗ് സ്പ്രേ കൂടി ആവാം. അതിനായിട്ട് നിങ്ങൾക്ക് ഫേസസ് കാനഡ അൾട്രൈം പ്രോ മേക്കപ്പ് ഫിക്സർ സെറ്റിംഗ് സ്പ്രേ കൂടി യൂസ് ചെയ്യാം. ഇത് ബിലോ 300 റേഞ്ചിൽ വരുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാം അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന പ്രോഡക്ട്സ് ആണ്. സോ ഓണത്തിന് ഒരുങ്ങാൻ ഇത് നിങ്ങൾക്ക് നന്നായി യൂസ്ഫുൾ ആയിരിക്കും.